നോറയും ജാസ്മിനും തമ്മിലുള്ള ഒരു ഇഷ്യൂ. രണ്ടുപേരെയും കൂടെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, നേരെ ജയിലിലേക്കാണ്. രണ്ടുപേർക്കും ജയിൽ ഓക്കെ ആക്കിയിട്ടുണ്ട്. ആക്ച്വലി ഭയങ്കര ഇഷ്യൂസൊക്കെ അതിനകത്ത് നടന്നൊരു ദിവസമാണ് ഇന്ന്. ഇതിൽ പ്രത്യേകിച്ച് ഈ ഒരു വിഷയം എടുത്തു പറയാൻ ഞാൻ എല്ലാവർക്കും തോന്നുന്നൊരു സംശയം തന്നെയാണ് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. വാസ്തവത്തിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നോറ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ മുൻപ് ഇവിടെ നല്ലതുപോലെ കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെയും കളിച്ചാൽ മതി, ഇപ്പോൾ നീ ആ കാല് കയറ്റി വെച്ചത് ശരിയായിട്ടില്ല, സോ അത് ചേഞ്ച് ചെയ്യണം എന്ന ടൈമിലാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഉള്ള ദിവസങ്ങളിൽ ഇപ്പോൾ സ്പെഷ്യലി നോറ ജാസ്മിന് സപ്പോർട്ട് ചെയ്യുന്ന രീതി കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഇടങ്ങളിൽ നോറ മനഃപൂർവ്വമായിട്ടോ എന്തോ ജാസ്മിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നോറയ്ക്ക് ശരിക്കും എന്താണ് പ്രശ്നം? നോറയും ഇവളും തമ്മിൽ സുഹൃത്തുക്കളാണോ? ജിൻഡോ പറഞ്ഞതുപോലെ ഇവർ പുറത്ത് വെച്ച് ഗെയിം പറഞ്ഞു വെച്ചിട്ട് അകത്തേക്ക് വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പ് നടന്നത് എന്താണ്? ഇന്നലെ ലൈവിലിരിക്കുമ്പോഴും പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ. പക്ഷേ എനിക്ക് അപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, നോറ വളരെ ജെന്യൂനായി നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇപ്പോഴുള്ള ഈ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നോറയുടെ കയ്യിൽ എന്തോ പിശി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, വീണ്ടും വന്നിരുന്നു കൊണ്ട് അവളുടെ സ്ഥിരം ഒരു ക്യാമറ സ്പേസ് ഏതെന്ന് ചോദിച്ചാൽ ബാത്റൂമിലെ ക്യാമറ തന്നെയാണ്. ഒളിച്ചിരിക്കാനും അത്യാവശ്യം കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം ബാത്റൂമാണെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് നോറ എന്ന് തോന്നുന്നു. അവിടെ വന്നിരുന്നു കൊണ്ട് സായിയോട് പറയണേ, എനിക്ക് അവൾക്കൊപ്പം പോകണ്ട, എനിക്ക് അവൾക്കൊപ്പം പോയാൽ എനിക്ക് ഭയങ്കര നാണക്കേടാണ്, മഹാമോശമായിട്ടാണ് എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്യണത്, എനിക്ക് പോകണ്ട എന്ന്. ജിൻഡോയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഡോ അവിടേക്ക് വരികയാണ് ബാത്റൂം കഴിഞ്ഞിട്ട്. അപ്പോൾ ജിൻഡോയെ പറഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു ചെറിയ പൊരുത്തക്കേടോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പോ ഒന്നുമില്ലാതെ അടുത്ത ഒരു പോർഷനിലേക്ക് ചാടി വീഴുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നോറ നമ്മൾ കരുതിയ അത്ര ഇന്നസെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സംതിങ് റോങ്. എനിവേ, എന്തായാലും അത് ഗെയിം പ്ലാനാണ് ആയിരിക്കാം. ഒരുപക്ഷെ അവർ പുറത്തു നിന്ന് തീരുമാനിച്ചിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ കാണിച്ച ആ ബഹളവും കുത്തുകളും ഒക്കെ തന്നെ ജനങ്ങളെ പറ്റിക്കലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു പക്ഷേ അവരങ്ങനെ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ജോയിൻ്റ് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നിടത്ത് പെട്ടെന്ന് തന്നെ ജാസ്മിൻ സ്കോർ ചെയ്ത് കയറിയതിൻ്റെ ദേഷ്യവുമായിരിക്കാം നോറ അത്രയും ദിവസം കാണിച്ചതെന്ന് തോന്നുന്നു. ജിൻഡോ പറഞ്ഞതിൽ എവിടെയോ വസ്തുതകൾ ഉണ്ടെന്ന് തന്നെയാണ് എനിക്കും ബോധ്യമായിട്ടുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ 100% ഇത് ഗെയിം പ്ലാൻ ആണ്. അവർ രണ്ടുപേരും ചേർന്ന് തന്നെയാണുള്ളത്. അവളെ ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വേദന തോന്നുന്ന നോറയ്ക്ക് സംതിങ് പ്രോബ്ലം എന്ന് ഞാൻ ഇന്നലെ ചിന്തിച്ചിരുന്നു. കാരണം ശ്രീതു അത് എടുത്തു പറയുന്നുണ്ട്. ബാക്കി ഒരുപാട് പെൺകുട്ടികൾ അവിടെയുണ്ട്, അവർക്കാർക്കും അത് അങ്ങനെ തോന്നാത്ത ഒരു സ്ഥിതിക്ക് നോറയ്ക്ക് മാത്രം തോന്നുന്ന ഒരു പ്രത്യേകതരം വികാരം അവളോട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് എന്നുള്ളതാണ്. പിന്നെ ഒരുപാടങ്ങ് ഉപദ്രവിച്ച സമയത്ത് നോറ തിരിച്ച് പണിയും കൊടുത്തിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോറയ്ക്ക് ചെറിയ സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെയും ഒരു വശമുണ്ട് അതിന്. ഒരു പക്ഷേ നോറ ഭയന്നിട്ടായിരിക്കുമോ ഡയറക്റ്റ് അവളെ അങ്ങോട്ട് എലിമിനേഷനോ അല്ലെങ്കിൽ ജയിൽ നോമിനേഷനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നീട് റിയാക്ട് ചെയ്യുന്ന വിധം അത് ഭയാനകമാകും എന്ന് പേടിച്ചിട്ട് പലരും മാറി നിൽക്കുന്ന ഒരു ടീമുണ്ട്. അൻസിബയെ ആക്രമിച്ച സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു അൻസിബ പ്രതികരിച്ച്. എനിക്കൊന്നും പറയാനില്ല, അന്ന് ചിരിക്കുകയാണ് ചെയ്തത്. കാരണം ഒരാളോട് പേഴ്സണൽ ഗഡ്ജ് വെച്ച് സംസാരിക്കുന്ന ജാസ്മിനെയാണ് നമ്മളവിടെ കണ്ടത് അൻസിബയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ടേം പറയുന്ന സമയത്ത് നോറ പറഞ്ഞ ഇന്നത്തെ ജയിൽ നോമിനേഷൻ, പ്രത്യേകിച്ച് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നോറയ്ക്ക് കൊടുത്തിരുന്ന സപ്പോർട്ട് ഞാൻ പിൻവലിക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും ഒരു കള്ളിയെ അതിനകത്ത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ജാസ്മിനുമായി സ്ഥിരമായി ശത്രുത വേണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ വ്യക്തതയും നിലപാടും ഉണ്ടായിരിക്കണം. ആ നിലപാടില്ലായ്മ നോറ പല പ്രാവശ്യമായിട്ട് അവരുടെ ആവർത്തിച്ച് കാണിക്കുന്നു. പിന്നെ രണ്ടാമതൊരു വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാസ്മിനാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നതെന്നൊരു തെറ്റിദ്ധാരണ നോറയ്ക്കുണ്ട്. കാരണം എല്ലാവരും ആക്രമിക്കുന്നതും ഒതുക്കുന്നതും ജാസ്മിനെയാണ്. അപ്പോൾ ജാസ്മിനാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. അത് കിട്ടാതിരിക്കാൻ തനിക്കും പരാതികളുണ്ടെന്നും താനും ഒരു പരാതിപ്പെട്ടിയാണെന്നും താനും കരയുന്നുണ്ട്, താനും ഇമോഷണലി ഡാമേജ് ആകുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നോറ കാണിക്കുന്ന ഒരു കുത്സിതമായിട്ടാണ് എനിക്ക് ഈ ഒരു ദിവസത്തെ പെർഫോമൻസ് തോന്നിയിട്ടുള്ളത്. നോറയും ജാസ്മിനും പുറത്തുനിന്ന് ഫ്രണ്ട്സായി വന്നതാണ് എന്നുള്ളത് തർക്കമില്ല. ഇപ്പോൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ നോറയ്ക്ക് അത് താല്പര്യമില്ലാത്തതുപോലെ പറയുന്നത് ജാസ്മിനൊപ്പം ജയിലിൽ പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ജയിലിലേക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. ഇതിനു മുമ്പ് ഗബ്രിക്കൊപ്പം ജയിലിൽ പോയിരുന്ന നോറയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷെ ജയിലിൽ പോകുന്ന നോറയെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ജാസ്മിൻ കുറേ പെർഫോം ചെയ്തിരുന്നു. അതാരും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നെഗ്ലക്ട് ചെയ്തു. അതൊക്കെ എടുത്ത് പറയേണ്ട കുറേ കാര്യങ്ങളാണ്. ഇന്നർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഇൻസൾട്ടീവ് ആയിരുന്നു, അത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എനിവേ, എന്തായാലും നോറ സംതിങ് റോങ് എന്ന് മാത്രം എനിക്ക് മനസ്സിലായിരുന്നു. താങ്ക് യു സോ മച്ച്.